അസ്സലാമു അലൈക്കും ചിക്കൻ. ഞാൻ നിങ്ങളെ സ്വന്തം. അപ്പം നമ്മൾ ഈ കാർത്തെ പോക്കം കണ്ടെന്ന് വെച്ചാൽ ഈദ്ഗാഹക്ക് ഇങ്ങനെ വിടാണ്ട് നമ്മളെ ഹെവി ഡ്രൈവറുണ്ട്. അപ്പോൾ ഡ്രൈവറിൻ്റെ പിന്നിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പോവാണ്. അവിടെ ഈദ്ഗാഹ് എത്തിയതാ തെക്കിപ്പുറം ഇങ്ങനെ ചൊല്ലുണ്ട് കേട്ടോ. അവിടെ നമ്മളവിടെ എത്തിയപ്പോൾ ആൾക്കാർ എത്തി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും മുസല്ലൊക്കെ വിളിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രതിജ്ഞയല്ല കേട്ടോ, ലഹരിക്കെതിരെ ഉറപ്പിച്ചു പറഞ്ഞു. ലഹരി ഒരു സാധനം കയ്യോ കാലായിട്ടോ തൊടൂല മക്കളെ. എന്നിട്ട് അവർ കയ്യിൽ നീട്ടി പിടിച്ചാൽ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വയറ് നിറച്ച് നിന്നുള്ള ഐസ്ക്രീം കിട്ടിയിട്ട് നമുക്ക് എത്ര പണി എടുക്കാമെന്നേ. നല്ല മധുരമുള്ള ഐസ്ക്രീം. അത് നമ്മൾ ചങ്ങായിൻ്റെ പേരേക്ക് നേരെ പോകുന്ന ഒരു പായസം കുടിക്കലാണ് നമുക്ക് പതിവ്. അപ്പം ചങ്ങായിൻ്റെ പേരെ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഫോട്ടോഷൂട്ട് അത് നിർബന്ധം. അങ്ങനെ ആ കർമ്മക്കുല അതിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പേരേക്ക് തേങ്ങാച്ചോറ് കഴിച്ചിട്ട് വാവ് എന്ത് ടേസ്റ്റ്. മൂടില്ലാതെ വരുന്നാൽ മൂടില്ലല്ലോ നാലേ ചൂത്തിർക്കും. മൂടുണ്ടാക്കാൻ കുറച്ച് ടീംസ് വിളിച്ചത് എന്ന് പഠിച്ചവനെ. ഇത് കണ്ടോ, നിങ്ങളെ +2 ഗ്യാങ് കേട്ടോ. +2 എന്നൊരു പെൺകുട്ടി തേച്ചു പോയതാ. അതിന്റെ ഷോ ACC ഒക്കെ ആയിരുന്നു. പിന്നെ നീറ്റിന്റെ അത് അപ്പുറത്ത് വേറൊരുത്തൻ ഞാൻ പറഞ്ഞതാ. OIPASിലെ 5 കുട്ടി OIPയിലേനാ. OIPയിലോ നോക്കാത്ത കുട്ടികളില്ല. OIPയിൽ നോക്കാത്ത കുട്ടികളല്ല. പറ ഏതേലും പെൺകുട്ടികളെ OIPയിൽ കോഴിയാണെന്ന് പറയാം. അതേതേലും കുട്ടികളാ പഠിച്ചല്ലോ. ഇല്ല ഇതാണ് എത്ര പെൺകുട്ടികളൊക്കെ പാലക്കാട് വയ്ക്കാണ്ട് ഒരു പെൺകുട്ടിനെ +2 ഇല്ല. അതെന്തേനി മറ്റേത് ഞാതാ ഇതെന്ത് ചെയ്യുന്നപ്പോ +2 കഴിഞ്ഞിട്ട് എന്താ പണി? +2 കൊറേ കാലത്തിന് ശേഷല്ലേ കൊറേ ആൾക്കാരെ കണ്ട്. ഷെമീലിനെന്താ പറയാ, അപ്പുറത്തെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നമ്മള് നല്ല ഒരു ഇന്റർണൽ ബോണ്ട് ഉണ്ട്. ഇതാണ് ബാംഗ്ലൂർ ലൈഫ്. എങ്ങനെയുണ്ട്? ഇവർക്ക് വന്ന മാറ്റുന്നുണ്ടെങ്കിൽ മുടില്ലായിരുന്നു. നമ്മളെ ക്ലാസ്സിലെ ഗേൾസിനെ കണ്ടാൽ മനസ്സിലാവും. മുടില്ലാത്ത ഒരാള് പെട്ടെന്ന് മുടി വന്നതാ. ഇതിപ്പോ എന്താ പഠിക്കുന്നത്? ഞാൻ എന്റെ ഫുവാദിനെ കണ്ടു ജീവിക്കണേ. സീരിയസ്ലി പറ, കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇവരെ വ്ളോഗ് കണ്ടാണ് കുറെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ വരും അല്ലേ? ഇപ്പൊ എന്താ പഠിക്കണം പറഞ്ഞെടുക്ക്. ഓൻ പൈലറ്റ് ആവാൻ പഠിക്കാം. പൈലറ്റ് ആവാൻ പഠിക്കല്ല, പൈലറ്റ് ആവാൻ പഠിക്കണം. ഓൻ പഠിച്ച കൊച്ചി എയർപോർട്ടിലൊക്കെ പോയി. അതൊക്കെ സ്റ്റോറി ഇട്ടു. അവന്റെ വിചാരം വലിയ കാര്യമാണെന്നാ. എവിടെ പഠിക്കണേ? ഓൻ കോഴിക്കോട്. ഇവൻ മറ്റേ അതൊക്കെ ഓർക്ക് താടിയൊന്നുമില്ല. പൈലറ്റ് താടിയൊക്കെ പോയല്ല, താടിയൊന്നുമില്ല. തൊള്ളി കിടക്കണ മീശും കാര്യങ്ങളൊക്കെ. കുറ്റിപ്പറപ്പ് എന്താ പഠിക്കണേ? ഷെയ്റാമിസിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഷെയ്റാമിസിനെ കുറിച്ച് എന്താ പറയാല്ലേ? നല്ല ചോദ്യം ചോദിക്കോളൂ. എന്താ ചിങ്ങനാ എന്തുകൊണ്ട് ഇഷ്ടമല്ല? അങ്ങ് ഹോപ്പുണ്ടപ്പോഴോ? ഓൻ തടി കുറച്ച്, ഓനെ തടി കുറച്ച്, അതായത് ഓളെ കെട്ടാൻ വേണ്ടി ഓൻ തടി കുറച്ച്. മോനെ തടി കുറച്ച് തന്നെയാണെന്നറിയോ? അത് രഹസ്യമാണ്, ആ രഹസ്യമാണ്, അത് പറയാൻ പറ്റില്ല. +2 ശേഷം സ്വന്തമായിട്ട് കരിക്ക് ഒരു വണ്ടിയൊക്കെ എടുത്തെടുത്ത് ഇനി അടുത്ത സ്റ്റേജ് എന്താ? ന്യൂ ജനറേഷൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഒരു വണ്ടി കൂടി എടുക്കണമെന്നുണ്ട്. ഏതാ ലോറിയാ? ഭാരത് ബെൻസാ?
പ്ലസ് ടുവിന് ശേഷമുള്ള ലൈഫ് പെട്രോളിന് വില കൂടിയ കുറിച്ച് എന്തായാലും പെട്രോൾ ചെയ്യാൻ പറയാനല്ലേ അതെന്താ പറയല്ലേ പെട്രോളിന് വില കൂടിയ കുറിച്ച് നിങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ എത്ര നിങ്ങളെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കലൊന്നുമില്ല. ഈ അംബാനിയും അദാനിയും തമ്മിലുള്ള ബന്ധം. അല്ല എന്താ പഠിക്കണേ? പെട്രോകെമിക്കലാ ഉണ്ടാക്കോ? അല്ലെ നമ്മളവിടെ കുഴിച്ചാ കിട്ടോ? നമ്മളവിടെ കുഴിച്ചാ കിട്ടോ? ഫ്ലാഷ് കൊടുത്താൽ പെരക്കാരെ സഹായിക്കുന്നു. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഫുവാദിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ അങ്ങനല്ല, വളർന്നു വരുന്നൊരു യൂട്യൂബർ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണം. പറയാ സീരിയസ് ആയി പറയും. വീഡിയോ ഇടാ. പിന്നെ അതൊക്കെ ഇപ്പൊ അങ്ങനല്ല, എന്റെ അഭിപ്രായം പറയും അതിനെ പറ്റി. അത് ഞാൻ കാണലില്ല, ഇടക്കിടക്ക് കാണലുണ്ട്. ഗീവവേയിൽ ഒന്നുകൂടി സെറ്റ് ആക്കാണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് ചോറ് എന്നിട്ട് രാത്രി അതും ഇതാ ബീഫുണ്ട്, അതുപോലെ ചിക്കനും കഴിച്ചു, അതാ സലാഡും കഴിച്ചു. പിന്നെ ഇപ്പം പറയാം